കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇങ്ങനെ വെള്ളത്തില് ദീപം ഒഴുക്കുന്ന എന്തിനാ? ഈ കാർത്തിക മാസത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ എഴുന്നേറ്റ് തണുത്ത വെള്ളത്തിൽ കുളിച്ച് അതിനുശേഷം ഉപവാസം എടുക്കും. പിന്നീട് മഹാദേവനെ പൂജ ചെയ്യും. ഇതുപോലെ പൂജ ചെയ്ത നല്ല ആരോഗ്യവും ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ മനസ്സും പ്രകൃതിയും ഒന്നായി ചേർന്ന് സന്തോഷകരമായ ജീവിതമാവും. അങ്ങനെ ഒരു ജീവിതവുമായി നമ്മൾ മുന്നോട്ട് പോയാൽ ശാരീരികമായും മാനസികമായും നമ്മൾ വളരെ സംതൃപ്തരായിരിക്കും. അതുകൊണ്ടാ ഈ കാർത്തിക മാസം ആരോഗ്യമാസമാണെന്ന് പ്രായമുള്ളവര് പറയുന്നത്. ഓ, അപ്പൊ ഈ പൂജയൊക്കെ ചെയ്യുന്നത് പുണ്യത്തിന് വേണ്ടി മാത്രല്ലാതെ അതൊരു ശീലമാക്കി മാറ്റണം എന്നാണ് മുത്തശ്ശി പറയുന്നത്. മോളെ, അങ്ങനെയാണോ മുത്തശ്ശി? മുത്തശ്ശി പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. എന്താ അത്? ദിവസവും മുത്തശ്ശി വീട്ടില് വിളക്ക് കത്തിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇന്നെന്തിനാ ഇവിടെ വന്ന് വിളക്ക് കത്തിക്കുന്നേ? അതിനും ഒരു കാരണമുണ്ട്. ശാസ്ത്രം അനുസരിച്ച് ഈ കാർത്തിക പൗർണമി ദിവസത്തിൽ സൂര്യനും ചന്ദ്രനും
ഒരേ സമയം ആകാശത്തിൽ പ്രത്യക്ഷമാവും. സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രകാശം കൊണ്ട് ഭൂമി ആകെ പ്രകാശപൂരിതമാകും. അതുപോലെ നമുക്കെല്ലാവർക്കും ഒരു പ്രത്യേക ഊർജം ലഭിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള അത്ഭുത കാഴ്ച കണ്ട് നിർവൃതി അടയാൻ വേണ്ടി ദൈവങ്ങളെല്ലാം പൗർണമി നിലാവിൽ ഭൂമിയിൽ വരും. ഈ ഭൂമി ഇത്രയും പ്രകാശപൂരിതമാക്കിയ ഈ വിളക്കുകളെയൊക്കെ നോക്കി ഒരുപാട് സന്തോഷിച്ച് നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ആരൊക്കെ ജലത്തിൽ വിളക്കൊഴിക്കിയാലും അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. അതുപോലെ അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവും. അപ്പോ മുത്തശ്ശി, അതായത് ഞാനും ദീപം കൊളുത്തി വെള്ളത്തിലൊഴുകട്ടെ? സ്ത്രീകളാണ് വിളക്ക് വെക്കേണ്ടത്, പുരുഷന്മാരല്ല. അതാ ആചാരം. അതെന്താ അങ്ങനെ? എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്നല്ലേ മുത്തശ്ശി ഇപ്പൊ പറഞ്ഞത്? അങ്ങനെയുള്ളപ്പോ ദൈവം ആൺപെൺ വ്യത്യാസം കാണിക്കുമെന്നാണോ ആന്റി ഇപ്പൊ പറഞ്ഞു വരുന്നത്? ഇനിയിപ്പോ അങ്ങനെയാണെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എന്തായാലും ദീപം ഒഴുക്കാൻ പോവാ. അത് പിന്നെ ദീപം ഒഴുക്കുന്നത് എനിക്ക് വേണ്ടിയൊന്നുമല്ല, എന്റെ അമ്മയ്ക്ക് വേണ്ടിയാ. അങ്ങനെയാണെങ്കിൽ നീ വിളക്കൊഴിക്കോ? താങ്ക്സ്. അതെന്തായാലും നന്നായി. അമ്മയ്ക്ക് വേണ്ടി എനിക്ക് ചെയ്യാലോ. ചാരത്ത് തെങ്ങോലത്തുമ്പത്ത് ചങ്ങാത്തം കൂടാനായി വന്ന പൂമ്പാറ്റയെ കണ്ണാരം പൊത്തുമ്പോൾ നെഞ്ചോരം നാണത്തിൽ ചെന്തൂരച്ചപ്പേരും വെള്ളിവാൾ തുമ്പിയേ ഒരു കനവിൻ പൂന്തോണിയിൽ ചുമലുരുമ്മി നീങ്ങുന്നു മഴ നനഞ്ഞ മൂവന്തിയിൽ മനസ്സു കൂടെയാക്കുന്നു നാം ഇന്നാരും മിണ്ടാതെ ഈ മോഹമൗനത്തിൻ തേനുമായി നമ്മൾ അലയുകയെ ചെന്തെങ്ങിൻ ചാരത്ത് തെങ്ങോലത്തുമ്പത്ത് ചങ്ങാത്തം കൂടാനായി വന്ന പൂമ്പാറ്റയെ ഇവൻ നാഗ പറഞ്ഞു ഈ ദിവസം വന്ന് എല്ലാ കാര്യങ്ങളും മുടക്കി. ഇപ്പൊ കാർത്തിക ദിവസവും വന്നിരിക്കുകയാണ്. ഇവനെ അവിടെ വരുത്താതിരിക്കാൻ എന്താണൊരു മാർഗം? എങ്ങനെ ഇവനെ തടയും? ഭവാനി, ഇന്ന് വൈകുന്നേരം നീ വിളക്ക് കത്തിച്ചില്ലേ? അപ്പൊ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്താ ആലോചിക്കുന്നേ? ഇന്നൊരു വിശേഷ ദിവസല്ലേ? പാവം, അവനെന്തെങ്കിലും കഴിച്ചോന്നറിയില്ലല്ലോ. അവന് കഴിക്കാൻ കൊടുക്കുന്ന ആഹാരത്തിലോ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിലോ എന്തെങ്കിലും കലക്കി കൊടുക്കാം. അവൻ മയങ്ങി ഇവിടെ തന്നെ കിടക്കും. പിന്നെ അവന്റെ ശല്യം ഉണ്ടാവില്ല.
അത് നല്ല ഉഗ്ര ഐഡിയ. ഭവാനി, കുറച്ചു സമയം മുമ്പ് നമ്മുടെ ബുജിക്ക് കൗസല്യ ആന്റി ഭക്ഷണം വാരി കൊടുത്തിരുന്നു. ഞാനിപ്പൊ നിന്നോട് പറഞ്ഞത് അവന്റെ കാര്യമല്ല. ഞാൻ പറഞ്ഞത് അർജുനെ പറ്റിയ. അങ്ങനെ പറഞ്ഞോണ്ടിരുന്നവൾ അയ്യോ പാവം എന്നൊക്കെ പറയേണ്ട രീതിയിലായല്ലേ. എന്നെ അവൻ 2-3 തവണ രക്ഷിച്ചു. എന്നെ സപ്പോർട്ട് ചെയ്തു പോലും സംസാരിച്ചറിയോ. അവനൊരു നല്ല പയ്യനാ, പാവം. അയ്യോ, എനിക്കെല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായിന്ന്? ഇപ്പൊ നീ ബോക്സ് എടുത്തുകൊണ്ട് അവന്റെ കയ്യിൽ കൊടുക്കും. അതിനുശേഷം നിങ്ങൾ ചേർന്നിരിക്കും. ശേഷം നിന്റെ നെറ്റിയിലുള്ള പൊട്ട് അവന്റെ നെറ്റിയിലാവും അല്ലേ? പോടുന്നു. ആ എന്താ എന്താ പറയൂ ഭവാനി. എനിക്കെല്ലാം മനസ്സിലായി കേട്ടോ ഭവാനി. ആ ചെറുക്കൻ എന്തെങ്കിലും കഴിച്ചോ ഇല്ലയോ എന്നറിയില്ല. ഇതൊന്ന് കൊണ്ട് കൊടുത്തിട്ട് വാ. കൊണ്ട് കൊടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോ ഇത്രയ്ക്ക് ആലോചിക്കുന്ന എന്താ? പോയിട്ട് വാ. ചെല്ല്. നിനക്കൊരു അടിപൊളി ചാൻസാ കിട്ടിയിരിക്കുന്നെ. വേഗം പോയിട്ട് വാ. അമ്മായി അമ്മായി പിന്നെ എന്താ വീരഭദ്ര? അമ്മായി പെൺകുട്ടികൾ എങ്ങനെ രാത്രി സമയത്ത് പുറത്തിറക്കി വിടാമോ? അമ്മളെ ഭവാനി, നീ എന്തെങ്കിതാ, ഞാൻ കൊടുക്കാം. അറിയാവുന്ന ചെറുക്കനല്ലേ, അവള് പോയാൽ എന്താ? അവള് പോയി കൊടുത്തിട്ട് വരട്ടെ. അവന്റെ വീട്ടിലോ നാട്ടിലോ ഒന്നും അല്ലല്ലോ പോകുന്നത്. നമ്മുടെ വീടിന്റെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെയല്ലേ. ഭവാനി, നീ കൊണ്ടുപോയി കൊടുത്തിട്ട് വാ. അമ്മായി, ഇന്ന് 7 മണിക്ക് ശേഷം പുറത്തിറങ്ങരുതെന്നല്ലേ അളിയ എല്ലാരോടും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സമയം ഭവാനി പുറത്തു വിടുന്നത് ശരിയാണോ അമ്മായി? ഇങ്ങ് താമോളെ ഭവാനി, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത് ആർക്കും പറയാൻ പറ്റൂല. അപ്പോഴാണ് ഭവാനി പുറത്തോടാൻ പോകുന്നത്. എന്ത് ചെയ്യുമെന്ന് പറയാം. ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ കൊണ്ടു കൊടുക്കുമല്ലോ. ഒന്നാമത് ഭവാനിയുടെ സമയം ശരിയില്ല. അങ്ങനെ ഇരിക്കുമ്പോ അവളെ പുറത്തു വിടുന്നത് ശരിയാണ്? ഒരു പണിയില്ലാതെ ഞാൻ ഇട്ടിരിപ്പുണ്ടല്ലോ, ഞാൻ കൊണ്ടു കൊടുക്കുമല്ലോ. മാമ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ. മതി സംസാരിച്ചത്, വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. വാ. ഭവാനി, നിന്റെ മാമനെ ഇപ്പോ നിനക്ക് കിട്ടിയ നല്ലൊരു ചാൻസിനെ ഇല്ലാതാക്കി കളഞ്ഞത്. ഇനി എന്തു നോക്കി നിക്ക? വാ പോവാ. വാ. പ്രസാദം കഴിക്കാൻ പോവണല്ലേ? നന്നായി കഴിച്ചോ, കഴിച്ചോ നീ. ദാ വരുന്നടാ. പൊന്നുമോനെ അർജുന. ആ സർ, നിങ്ങളോ? ഒരു സർ, ഇരിക്കും. ആ സാരല്ല, വേണ്ട. അമ്മായി പറഞ്ഞ് ഇത് മോന്റെ കയ്യിൽ കൊണ്ട് തരാൻ. എന്നാ വാങ്ങിച്ചോ. എന്താ സാർ ഇത്? അതിനകത്ത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ മോനെ. അമ്മായി കൊടുത്തയച്ചതിനകത്ത് എന്താണുള്ളത് നമുക്ക് അറിഞ്ഞൂടെ. ഒന്നീ പ്രസാദം അല്ലെങ്കിൽ എന്തെങ്കിലും മധുര പലഹാരം. ഓ, കഴിക്കും മോനെ, കഴിക്കും. താങ്ക് യു സർ.
താങ്ക് യു. അപ്പൊ ഞാൻ പോയിട്ട് വരാട്ടാ. ഇതും കൊണ്ട് ഭവാനിയായിരുന്നു വന്നിരുന്നെങ്കിൽ എത്ര നന്നായനെ. സൂപ്പർ. നല്ല ഉറക്കം വരുന്നുണ്ടല്ലോ. അമ്മ ഉറപ്പായി നാഗപുരത്തേക്കാണ് പോയതെന്ന് കൺഫേം ആയി കഴിഞ്ഞു. അർജുനൻ നാഗപുരത്തേക്കാണോ പോയിരിക്കുന്നതെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. പക്ഷെ ഒരു കാരണവശാലും അവൻ എന്നെ കാണാതിരിക്കാനാ ഞാൻ വേറെ കാറിൽ തന്നെ പോകുന്നത്. എന്നാൽ അവിടെ പോയിട്ട് എന്റെ ഫേസും കൂടെ കവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്റെ ചെറുപ്പകാലത്തൊക്കെ കാർത്തിക പൗർണമിയുടെ അന്ന് കൈലാസത്തിൽ നിന്ന് ശിവൻ നേരിട്ട് ഭൂമിയിൽ വന്ന് ക്ഷേത്രത്തിൽ നൃത്തം ചെയ്യും. ക്ഷേത്രത്തിൽ നിന്ന് ശബ്ദമൊക്കെ പുറത്തു വരുമെന്നും അതുപോലെ ക്ഷേത്രം നിന്ന് കത്തി ചൊലിക്കുമെന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. ഈ കാർത്തിക പൗർണമി ദിവസത്തെ പ്രത്യേകത എന്താ? ഈ ദിവസം ആ ക്ഷേത്രത്തിൽ നടക്കുന്ന അത്ഭുതം എന്താ? ആ ക്ഷേത്രത്തിന് പുറത്ത് എന്താ നടക്കുന്നതെന്ന് കണ്ടുപിടിക്കണം.
അവനെ മയക്കി കിടത്തി. ഇപ്പൊ നീ ഒറ്റയ്ക്ക് പോണം. നീ എങ്ങനെ പോകുന്ന എനിക്കൊന്ന് കാണണം. മല്ലി, 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 നീ എവിടെ പോകുന്നു? എന്നാലും പെട്ടെന്ന് ഇത് മല്ലി എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? അമ്മ ഉറപ്പായി നാഗപുരത്തേക്കാണ് പോയതെന്ന് കൺഫേം ആയി കഴിഞ്ഞു. അർജുനൻ നാഗപുരത്തേക്കാണോ പോയിരിക്കുന്നതെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. പക്ഷെ ഒരു കാരണവശാലും അവൻ എന്നെ കാണാതിരിക്കാനാ ഞാൻ വേറെ കാറിൽ തന്നെ പോകുന്നത്. എന്നാൽ അവിടെ പോയിട്ട് എന്റെ ഫേസും കൂടെ കവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്കുള്ള സമയം വന്നിരിക്കുന്നു. എന്റെ വരവിനായി ആ ക്ഷേത്രം കാത്തിരിക്കുകയാണ്. ഓം ഭീം ഭീം. ിൽ